നീ പാടിയ ഏത് കന എന്നോട് ചോദിക്കുവന്ന ഏതാണ് ഏത് പാട്ടാ സാർ എന്ന് പറ. കനക ചിലങ്ക കിളിങ്ങി കിളിങ്ങി എന്നുള്ള പദ്യം അങ്ങോട്ട് പാടാൻ. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നട നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാർ. പുന്നാരമേ ആ പിന്നാരം ഒന്ന് കാണിച്ചേ, ഇങ്ങോട്ട് കാണിക്കടാ. മലയാളത്തിന്റെ അകത്ത് പുന്നാരവും പിന്നാരം മര്യാദക്ക് രണ്ടെണ്ണോ ഈ പദ്യം പഠിച്ചോണ്ട് വന്നില്ലെങ്കിൽ ശരിക്കും ഞാൻ തരും സ്കൂളിന്റെ മുറ്റത്തിട്ടു. പറഞ്ഞു കേട്ടല്ലോ, നാളെ പഠിക്കാം. അഹങ്കാരം വെച്ചാൽ കൂടുന്നുണ്ട് രണ്ടെണ്ണത്തിന്. സത്യം പറഞ്ഞ ഇവിടെ ശ്രദ്ധിച്ചേക്കാം. നീ ആ പുസ്തകം ബുക്കെടുത്താത്തു. മലയാള മാസങ്ങൾ പറയടാ, നീ പറഞ്ഞേ അറിഞ്ഞു പറ. മലയാള മാസം ചിങ്ങം, കന്നി, ഉത്രം, ഫെബ്രുവരി, ഡിസംബർ, മകരം. മകരോ? ആയില്യം. ആയില്ലയോ? അല്ല, ആയില്യം. ഇവിടെ മലയാളത്തിന്റെ അവിടുത്തെ ഫെബ്രുവരി എങ്ങനെ വന്നോ സാറ്? മൊത്തത്തിൽ 12 നമുക്കൊന്ന് കിട്ടിയാ പോരെ. അനന്തുവേ, നീ ശരിക്കും ബാക്കി ഞാൻ പറഞ്ഞേക്കാം. അനന്തുവേന്നാണോ വിളിച്ചേ? എനിക്ക് ഞാൻ അനത്തുവേന്ന്. അനത്തുവേ ചെയ്യും ഞാൻ പറഞ്ഞേക്കാം. അഖില് പറ. എന്തുവാ മലയാളം നാളുകൾ പറ. പറ. ഭരണിയുടെ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, റാണി, കോന്നി. എനിക്കത് തോന്നി. കൈ വിട. അവന്റെ ഒരു കോന്നി തെറ്റിച്ചേ. ഞാൻ അനന്തി പറഞ്ഞു വന്നില്ല. ഇവന്റെ റാന്നി കൊണ്ട് കിട്ടും. മര്യാദക്ക് എരുമേലിന്ന് പറഞ്ഞാൽ പോരായിരുന്നു. എരുമേലിന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇറക്കി ഞാൻ വിട്ടാണ് രണ്ടെണ്ണത്തിന്. അപ്പൊ അത് നോക്കത്തില്ല. സത്യം പറഞ്ഞാൽ നിന്നെ കൊണ്ടൊക്കെ എനിക്ക് തലവേദന. ഞാൻ ഈ ക്ലാസ്സിൽ സത്യം ഈ കുട്ടികളെല്ലാം ടൂറിന് പോയി നിന്നെ കൊണ്ടൊക്കെ എനിക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യും സാർ, 5 മിനിറ്റ് റെസ്റ്റ് അങ്ങ് എടുത്തു. റെസ്റ്റ് എടുത്തു മര്യാദയ്ക്ക് അവിടെ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇപ്പം നോക്കി. ഞാൻ 5 വിഷയമാണ് എൻ്റേത്. അപ്പൊ ഞാൻ വരും. എന്റെ ബുക്കിൽ കൊണ്ട് താടാ. എന്താ ഞാൻ നോക്കട്ടോ, നീ എഴുതുന്ന പഠിക്കുന്നുണ്ടോ ഞാൻ നോക്കട്ടോ. തുറക്കല്ലേ? എന്തുവാ മയിൽപ്പിലി ഇരിക്കും. നീ മൈപ്പിൽ വെച്ചേക്കുന്നേ. എടാ, മയിൽപ്പിലി വെച്ചാൽ ഈ ബുക്കിനകത്ത് നോക്കുമ്പോഴേ മയിൽപ്പിലി പ്രസവിക്കും. അന്നേരം അങ്ങേ ക്ലാസ്സിലെ മഞ്ജു ഇല്ലേ, കല്യാണം കഴിക്കാൻ പറ്റും. പ്രസവിച്ചാലോ? പ്രസവിക്കണം. ഇത് പ്രസവിച്ചില്ലല്ലോ. ഞാനത് ആലോചിച്ചൊന്ന് വെച്ചാന്നറിയോ സംഭവം എന്തുവാന്ന് അറിയാവടാ? ഈ മൈപ്പിലി പ്രസവം നിർത്തിയതാ. അതാ സംഭവം. എന്ന് വെച്ച മയിൽപ്പിലി എന്തുവാടാ അവിടെ കിടന്ന് വാവുന്നേ? അയ്യോ, എന്തുവാടാ അത്? ഇപ്പം ക്ലാസ്സിൽ മൈപ്പിലി കൊണ്ടുവന്നേ. ക്ലാസ്സിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് എന്തുവാ കൊണ്ടുവന്നാലും എന്തുവാ? എന്തിനാണ് അത് കൊണ്ടുവന്നത്? കാരണം എന്തുവാ? അവൻ പറയുവാ ഇത് പറയല്ലേ. പിന്നെ എനിക്ക് അടി കിട്ടണം. പോടാ. ഇവൻ പറയാ മൈപ്പിലി പ്രസവിച്ച അപ്പുറത്തെ ക്ലാസ്സിലെ മഞ്ജുവിനെ ഇവര് കല്യാണം കഴിക്കുക. മയിൽപ്പിലി എന്ത് ഇതിനകത്തിരിക്കുന്നു. അതിനകത്തിരിക്കണ്ടോ? അതിനകത്തിരിക്കട്ടെ, അത് എടുക്കണ്ട. ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരുന്ന നിങ്ങളൊരു 2 ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനല്ലല്ലോ മയിൽപ്പീലി. വനജ ടീച്ചറെ, ടീച്ചറെ ഒരു നിമിഷം ഇങ്ങോട്ടൊന്ന് വരാമോ? എന്തോ സാറേ? ഞാൻ ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ കുട്ടികളും ഇതുപോലെ പോയിരിക്കുമല്ലേ ടൂറിനൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കുക സാറേ, കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു മയിൽപ്പീലി അല്ല ടീച്ചർ കൊടുത്തെന്നല്ല ഞാൻ പറഞ്ഞത്. കുട്ടികൾ എന്തോ അവകാശം കണ്ട് കൊണ്ടുവന്ന ഒരു മയിൽപ്പീലിയാണോ? അപ്പൊ കുട്ടികളോട് ചോദിച്ചപ്പോ അവര് പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ആണോ? എനിക്ക് ശീലമുള്ള സത്യമായ കാര്യമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ടീച്ചറിന്റെ ഇരിക്കുന്ന ഇത് എന്തോ ബുക്കാ? ഹാജർ. ഇതെന്റെ ഹാജർ ബുക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മയിൽപ്പീലി ഈ ഹാജർ ബുക്കിനകത്തൊന്നും തിരികെ കയറ്റാൻ പറ്റുമോ? ചാക്കോ മാഷെ, ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു ഇമാതിരി മയിൽപ്പീലിയും തൂലും കൊണ്ട് എന്റെ പുറത്ത് നടക്കുന്നു. ക്ലാസ് എടുത്തോണ്ട് പൊക്കോട്ടെ. പോക്കോ ടീച്ചർ പോക്കോ. വനജ ടീച്ചറെ, എന്തോ അല്ല ഞാൻ വിളിച്ചാ തിരിഞ്ഞു നോക്കോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. കൊള്ളാം. മേലെ